അത് ശരി. ഇത് സംബന്ധിച്ച് നമ്മൾ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ഈ പെൺകുട്ടിയുടെ ആങ്ങളയ്ക്കെതിരെ കേസെടുക്കും. PCC കിട്ടും. PCC അവന് ജോലി സംബന്ധമായ PCC കൊടുക്കില്ല. പാസ്പോർട്ട് എടുക്കണമെങ്കിൽ വെരിഫിക്കേഷൻ ഞാൻ ഒപ്പിട്ട് കൊടുക്കത്തില്ല എന്നുള്ള ഭീഷണി സ്വരത്തിലാണ് CI സംസാരിച്ചത്. കുന്നിക്കോട്ടിലെ CI ആണോ അങ്ങനെ സംസാരിച്ചത്? കുന്നിക്കോട് CI ആണ് സംസാരിച്ചത്. സാധാരണഗതിയിൽ ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നിലവിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് അങ്ങോട്ട് വന്ന് നിയമ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതെ 5 മണി കഴിഞ്ഞാൽ സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താറില്ല. അതൊക്കെ അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ പറഞ്ഞത്. നമസ്കാരം, കൊല്ലം വാർത്തകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളമൊട്ടാകെ കണ്ട ഒരു വാർത്തയുണ്ട്. L&T എന്ന പ്രൈവറ്റ് ഫിനാൻസ് കമ്പനി ഒരു വീട്ടിൽ അവരുടെ ചിട്ടിപ്പിരിവുമായി ചെന്ന ശേഷം ഒരു യുവതിയോട് വളരെ മോശമായി പെരുമാറുകയും എന്നാൽ ആ ഒരു പണം കൊടുക്കാനില്ലാത്തതിൻ്റെ കാരണത്താൽ ഒരു യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവം കൊട്ടാരക്കരയ്ക്കടുത്ത് കുന്നിക്കോട് നാട്ടിൽ ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ഈ ഒരു യുവതിക്കാണ് L&T മൈക്രോ ഫൈനാൻസ് കമ്പനിക്കാരുടെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത്? എന്താണ് സംഭവിച്ചത് എന്ന് ആ ചേച്ചിയോട് തന്നെ ചോദിക്കാം. ചേച്ചി, എന്താ പേര്? ആര്യ. മൈക്കൊന്ന് അടുത്ത് പിടിക്കാമോ? എന്താ സംഭവിച്ചത്? ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ഒരു സെക്കൻഡ്. അപ്പോൾ ഈ L&T എന്ന് പറയുന്ന ഫൈനാൻസുകാരല്ലേ നമ്മുടെ വീട്ടിൽ വന്നത്? അപ്പോൾ നമുക്ക് മാസത്തിലുള്ള തവണയുടെ ഒരു തവണയാണ് നമ്മളെ കൊടുക്കാനുണ്ടായിരുന്നത് അല്ലേ? ചേച്ചിക്ക് മൈക്രോ ഫൈനാൻസ് ഉണ്ടോ? ചേച്ചിക്ക് മൈക്രോ ഫൈനാൻസ് ഇല്ല. അപ്പം അമ്മയ്ക്ക് പേരിലുള്ളതാണ് ഈ ഫൈനാൻസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഒരു മർദ്ദനത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്ന് പറയുന്നത്? അടുത്ത ആഴ്ച കൊടുക്കാന്ന് പറഞ്ഞു. വാങ്ങിച്ചോണ്ടേ പോത്തോളെന്ന് പറഞ്ഞല്ലേ? അനാവശ്യങ്ങളും പറയാൻ തുടങ്ങി. ഇത് ചേച്ചിയാണോ ഈ അനാവശ്യങ്ങൾ അവർ പറയാൻ തുടങ്ങിയത്? എല്ലാവരും ചേർത്ത് പറഞ്ഞല്ലേ? ശരി. വാതിലടച്ചായിരുന്നല്ലേ? അവര് തള്ളി തുറന്നെയാണോ? എത്ര ഈ L&T മൈക്രോ ഫൈനാൻസിന്റെ എത്ര ഉദ്യോഗസ്ഥരാണ് അവിടെ വന്നത്? ഒരാളാ വന്നല്ലേ? പൈസ മേടിച്ചിട്ടും പറഞ്ഞല്ലേ? അത് ശരി. അപ്പം കേരളം മുഴുവൻ ഒരു മൈക്രോ ഫൈനാൻസിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നു. അപ്പോൾ നമ്മളോടൊപ്പം ഈ നാട്ടുകാരനായിട്ടുള്ള മറ്റൊരു വ്യക്തിയോടെ ചേരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഈ നടന്ന സംഭവത്തിൽ എന്താണ് അവിടെ നടന്നത്? ഈ കുട്ടി യാതൊരു വിധമായ ലോണോ എടുത്തിട്ടില്ല. അവരുടെ അച്ഛനായിട്ട് എന്തോ സംസാരം ഉണ്ടായി. അനാവശ്യം പറയുകയോ ചീത്ത വിളിക്കുകയോ ഈ പയ്യൻ കളക്ഷൻ വന്ന പയ്യൻ പറഞ്ഞു. അപ്പം അച്ഛനെ അപ്പം സ്വാഭാവികമായിട്ട് ഭാര്യയോ മക്കളെയോ എന്തെങ്കിലും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛൻ ചോദിക്കും. അച്ഛനെ അടിക്കാനായിട്ട് ശ്രമിച്ചു. ഈ കുട്ടി തടസ്സം നിന്നു. ഈ കുട്ടിയെ അടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ കുട്ടി അകത്ത് കയറി വാതിലടച്ചു. വാതിൽ തള്ളി തുറന്ന് ഈ കുട്ടിയെ ചെറുക്കുട്ടിക്ക് അടിക്കുകയും ശാരീരിക ഉപദ്രവം ചെയ്യുകയും ചെയ്തു. L&T മൈക്രോ ഫൈനാൻസിന്റെ മൈക്രോ ഫൈനാൻസിന്റെ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ്. ഇത് എവിടെ അവരുടെ ഓഫീസ് എവിടെയാ? ആവണീശ്വരത്ത് നിന്നാണ് പറയുന്നത്. ആവണീശ്വരം കൃത്യമായിട്ട് നമുക്കറിയില്ലല്ലേ? ആവണീശ്വരം RSPയിലാണ്. കഴിഞ്ഞിട്ട് ഞാൻ KWയുടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഒരു 45-50 വീട്ടിൽ വെള്ളം കിട്ടാത്തതുകൊണ്ട് ആ എമർജൻസി വർക്കിലാണ്. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. പക്ഷേ വൈകിട്ട് അവിടെ ചെന്നപ്പോൾ 5:30-6 മണിക്ക് അവിടെ ചെന്നപ്പം ഈ പെൺകുട്ടിയുടെ കുഞ്ഞമ്മയും കൂടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാവമാണ് കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? നിങ്ങൾ വിഷയം പറയാം. അത് എൻ്റെ ആങ്ങളയ്ക്കെതിരെ കേസ് എടുക്കും, ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ നാളെ 11 മണിക്ക് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അത് വേണ്ട, നിങ്ങൾ FIR എടുക്കാൻ പറഞ്ഞു. FIR എടുക്കാൻ പറഞ്ഞു. ശരി, FIR എടുക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ പോലീസുകാരനും ഇത് തന്നെയാണ് പറയുന്നത്. നിന്റെ ആങ്ങളയ്ക്കെതിരെ കേസെടുക്കും, അതുകൊണ്ട് നീ ഒത്തുതീർപ്പാക്കിക്കോളാം. ശരി.
ഈ ഒരു സ്ത്രീയെ അടിച്ച കേസ് ഒത്തുതീർപ്പാക്കാനാണ് അതെ, അവർക്ക് സ്ത്രീ വെക്കുന്നത് അടിച്ചതല്ല അവർക്ക് വിഷയം. അവർക്കെല്ലാം ഈ അടിച്ച ആളെ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി വിടുക എന്നുള്ളതാണ്. ഈ അടിച്ച ആളെ രക്ഷിക്കുക എന്നുള്ള താല്പര്യം പോലീസിനുണ്ടോ? അതെ. അത് ശരി. അപ്പം ഇത് സംബന്ധിച്ച് ഇത് നിലവിൽ ഈ സംഭവം നടന്നിട്ട് എത്ര മണിക്കൂറായി? ഇന്നലെ 11:30ക്കാണ് നടന്നതെന്ന് പറയുന്നു. 11:30ക്കാണ് നടന്നത്. അതായത് ഇപ്പൊ 24 മണിക്കൂർ പിന്നിട്ടിനൊക്കെ ഒരു FIR ഇടാൻ പോലീസ് പോലീസ് ഇതുവരെ തയ്യാറായില്ല. ഇനി ഞങ്ങൾ ഏത് ഉദ്ദേശത്തിലാണ് അല്ലെങ്കിൽ ഏത് നിയമവാഴ്ചയുടെ പേരിലാണ് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്? തീർച്ചയായും നമുക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല. ഇവരുടെ പരാതി എന്തെന്ന് കേൾക്കാൻ പോലും CI തയ്യാറല്ല. ഓക്കെ, 2 സ്ത്രീകളൊന്നും ഓക്കെ, ആ പരാതി കേൾക്കാൻ ബാധ്യസ്ഥനാണ് ആ CI. അതെ. അതല്ലാതെ നിന്റെ ആങ്ങളെക്കെതിരെ ഞാൻ കേസെടുക്കുമെന്ന് പറയുന്നത് എന്തർത്ഥത്തിൽ? പിന്നെ എന്തിന് നമ്മൾ ആ സ്റ്റേഷനിലോട്ട് പോകണം? സ്ത്രീ സുരക്ഷയിൽ നമ്പർ 1 ആണ് കേരളം. അച്ചടിച്ച് പറയുന്നുണ്ട്. ഇരയോടൊപ്പമാണ് പോലീസുകാരും CIയും വേട്ട എന്നാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലെ CIയും പോലീസുകാരും വേട്ടക്കാരനോടൊപ്പമാണ്. അത് ശരി. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതിയാണ് ഈ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഈ മൈക്രോ ഫൈനാൻസ് കമ്പനിക്കാരുടെ നിരന്തരമായിട്ടുള്ള ഭീഷണികൾ കേരളത്തിലെ വിവിധങ്ങളായ വീടുകളിൽ നടന്ന സംഭവങ്ങൾ അറിയാം, നമുക്കറിയാം. അത് സംബന്ധിച്ച് ആത്മഹത്യകൾ പോലും നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഒരു ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, മൈക്രോ ഫിനാൻസിലാണ് അവർ ആത്മഹത്യ ചെയ്തത്. നമ്മുടെ പുനലൂരിലെ ഒരു കണ്ടക്ടർ, പുനലൂരിലെ കണ്ടക്ടർ കുന്നിക്കോട് മേലിലാണ് അയാളുടെ സ്വദേശം. അതും മൈക്രോ ഫൈനാൻസ് കമ്പനിയുടെ ഭീഷണിയാണ് അതിൻ്റെ ഒരു കാരണമായിട്ടിരുന്നത്. അപ്പം ഈ വെറും വാക്ക് പറയുന്ന സർക്കാരായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ. ഈ ഒരു സ്ത്രീയെ മർദ്ദിച്ചൊരു കേസിൽ ഇതുവരെയും 24 മണിക്കൂർ കഴിഞ്ഞ് ഇത്രയും സമയം അതിനൊക്കെ ഒരു FIR ഇടാൻ കുന്നിക്കോട് പോലീസ് തയ്യാറായിട്ടില്ല. ആ തയ്യാറാവാത്തതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തീർച്ചയായും അത് അന്വേഷിക്കണം. ഒരു സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണന തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ എന്തൊക്കെ പരിഗണനകളാണ് ഒരു സ്ത്രീക്ക് കിട്ടേണ്ടത് അത് മുഴുവൻ ലഭ്യമാക്കണം എന്നാണ് കൊല്ലം വാർത്തകൾക്ക് ആവശ്യപ്പെടാനുള്ളത്.